നാളെ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ വലിയ സുരക്ഷയൊക്കെ തന്നെ ഒരുക്കേണ്ടി വരും. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവ സ്ഥലത്തൊക്കെ തന്നെ പോയി തെളിവെടുക്കുക നടത്തേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നടന്നിട്ടുള്ള തുടർ നിയമ നടപടികൾ അല്ലെങ്കിൽ തുടർ നടപടിക്രമങ്ങൾ ഏത് തലത്തിലായിരിക്കും പോലീസിന്റെ? സ്വാഭാവികമായും ഇനി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയെ ബലാത്സംഗം ചെയ്തതിന് ശേഷം അവരുടെ നഗ്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയിരുന്നു. ആ ഫോൺ ഇതുവരെയും പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. അത് കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് നടത്തിയിരിക്കുന്നത്. രാത്രി 12:30 കസ്റ്റഡിയിലെടുത്തെങ്കിലും പുലർച്ചെ പത്തനംതിട്ട എത്തിക്കുന്നു, തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ പ്രാഥമികമായ വിവരശേഖരണങ്ങൾ മാത്രമാണ് നടത്തിയിരിക്കുന്നത്. അതിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായ ഒരു ഉത്തരം മറുപടിയോ അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തിട്ടില്ല. നമ്മൾ റിമാൻഡ് റിപ്പോർട്ടിൽ കണ്ടതാണ്, രാഹുൽ അന്വേഷണവുമായി യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യവും അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇനി പ്രാഥമിക ചോദ്യം ചെയ്യൽ എന്ന് പറയും മാത്രമാണ് നടന്നിരിക്കുന്നത്. അതിൽ പോലും നിസ്സഹകരണം സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അറിയേണ്ടതുണ്ട്, കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത്. സാധാരണ രീതിയിൽ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അത് കോടതിയിൽ ഈ പരാതിക്കാരിയെ ഹാജരാക്കുക, അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ കോടതിയിൽ വെച്ച് രഹസ്യമൊഴി എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു വിദേശത്തായതിനാൽ ഇവരുടെ രഹസ്യമൊഴി ഓൺലൈൻ വഴി വീഡിയോ കോൺഫറൻസിംഗ് വഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുമ്പോൾ കൂടുതൽ വകുപ്പുകൾ ചുമത്തണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രതികൾ ഇതിൽ ഉണ്ടാകുമോ എന്നുള്ളതെന്ന് കാത്തിരുന്ന് കാണുന്നുണ്ട്. നേരത്തെ ഈ യുവതിയുടെ മൊഴിയിൽ പറഞ്ഞിരുന്നത് ഫെനി നയനാൻ ഇവരുടെ കയ്യിൽ നിന്ന് പണം ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരം നടപടികൾ പോയിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റേതെങ്കിലും തരത്തിൽ സഹായം ചെയ്തിട്ടുള്ള കൂടുതൽ ആളുകൾ ഇതുണ്ടെങ്കിൽ സ്വാഭാവികമായും അത്തരത്തിലുള്ള ആളുകൾ കൂടി പ്രതിയിറക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു മൊഴിയെടുപ്പാണ് അന്വേഷണ സംഘം പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഇവരെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മറ്റു നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നത്. പക്ഷെ അതിനുശേഷമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് വൈകുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ട് അതിജീവിത പറയുന്നത്. ഇങ്ങനെ നിന്നാൽ രാഹുൽ രക്ഷപ്പെടില്ലേ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം മുഖ്യമന്ത്രിയോട് തന്നെ ചോദിക്കുന്നു. അദ്ദേഹത്തിന് അന്വേഷണ സംഘത്തിന് നൽകുന്ന അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഓഡിയോ മുഖ്യമന്ത്രിയെ കേൾപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് രാഹുലിനെ വളരെ വേഗത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യൂ, മറ്റു നടപടികളിലേക്ക് കടക്കുന്ന ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറ്റ് കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം വളരെ വേഗത്തിൽ തന്നെ കടക്കുകയാണ്. ഇവർ തമ്മിലുള്ള ടെലിഗ്രാം ചാറ്റുകളൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവർ വന്നിരിക്കുന്ന ദിവസം കണ്ടെത്തി ഈ ഹോട്ടലിലെത്തി അവിടെ നിന്ന് ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഹോട്ടലിലെ ഡോക്യുമെന്റ്സ് പിടിച്ചെടുത്തിട്ടുണ്ട്. യുവതി അതിജീവിത അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ള വിവരവും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയിട്ടുള്ള വിവരവും എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹോട്ടൽ ജീവനക്കാരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ആ പരാതി നൽകിയതിന് ശേഷം പ്രാഥമികഘട്ട നിലയിൽ ഇത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യുവതിയുടെയും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും മൊബൈൽ ഫോൺ ലൊക്കേഷൻ പരിശോധിക്കുകയാണ് ചെയ്തിരുന്നത്. ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അത്തരം തുടരാമോ? ഞാൻ ലിജോയിലേക്ക് ഒരിക്കൽ കൂടി ഇന്ന് പോവുകയാണ്. ലിജോ തുടരുന്നുണ്ട്. ലിജോ, പ്രധാനമായും എടുത്തു പറയേണ്ടത് രാഹുലിന്റെ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിച്ചില്ല. പോലീസ് റിപ്പോർട്ടിന് ശേഷം ജാമ്യ ഹർജി പരിഗണിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കും. നാളെ രാഹുലിനെ കോടതിയിൽ ഹാജരാക്കണമെന്നും കോടതി പറഞ്ഞു. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് കോടതിയിൽ നടന്ന ഒരു നടപടിക്രമങ്ങൾ? മാത്രമല്ല, നാളെ ഈ കോടതിയിൽ രാഹുലിനെ ഹാജരാക്കുമ്പോൾ തന്നെ വലിയ തരത്തിലുള്ള ഒരു സുരക്ഷയൊക്കെ പോലീസിന് ഒരുക്കേണ്ടി വരും. അപ്പോൾ അത് സംബന്ധിച്ച് ഏതെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? മറ്റു വിശദാംശം ഇന്ന് രാവിലെ കോടതി ചേരുന്ന സമയത്ത് അവസാനത്തെ കേസായിട്ടായിരുന്നു പ്രോസിക്യൂട്ടർ ഇക്കാര്യം പറഞ്ഞത്. ആ സമയത്ത് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷവും കോടതി മറ്റ് കേസുകളെല്ലാം തീർപ്പാക്കിയതിനു ശേഷം അവസാനത്തെ കേസായിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എടുത്തത്. ഈ സമയത്ത് തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള കാര്യം പബ്ലിക് പ്രോസിക്യൂട്ടർ അക്കാര്യം കോടതി അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നാളെ രാഹുലിനെ ഹാജരാക്കട്ടെ, അതിനുശേഷം എത്ര ദിവസത്തേക്ക് കസ്റ്റഡി എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നുള്ളൊരു കാര്യമാണ് കോടതിയും അക്കാര്യത്തിൽ പറഞ്ഞത്. ആ സമയത്തായിരുന്നു പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു ഈ ജാമ്യ ഹർജിയുടെ കാര്യം ഉന്നയിച്ചത്. ജാമ്യ
ഹർജിയുടെ കാര്യം ആദ്യം ഉന്നയിക്കുമ്പോൾ തന്നെ, ബെയിൽ ആപ്ലിക്കേഷന്റെ കാര്യം പറയുമ്പോൾ തന്നെ അത് പോലീസിന്റെ റിപ്പോർട്ട്, അതായത് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അക്കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുക്കുക, അതിനുശേഷം ഹർജി പരിഗണിക്കുന്നത് അതിനുശേഷം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. സാധാരണ ഇത്തരത്തിൽ കോടതിയുടെ ഒരു നടപടി അങ്ങനെയാണ്. ഒരു ആൾ റിമാൻഡിലായി കഴിഞ്ഞാൽ അവിടെ കസ്റ്റഡി അപേക്ഷ വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റഡി അപേക്ഷ തീർപ്പാക്കിയതിന് ശേഷമായിരിക്കും ജാമ്യ ഹർജിയിലേക്ക് പോവുക എന്നുള്ളത്. ഇവിടെ പ്രതിഭാഗം ശ്രമിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഒരുപക്ഷേ ജാമ്യ ഹർജി പരിഗണിക്കാതെ ജാമ്യം നൽകുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കഴിഞ്ഞാൽ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അക്കാര്യത്തിലേക്ക് ഒരു ശ്രമം അത് കഴിയുമെന്നുള്ളൊരു കാര്യമായിരുന്നു ശ്രമിച്ചത്. പക്ഷേ കോടതി ആ ജാമ്യ ഹർജി പോലും ഇന്ന് പരിഗണിക്കാൻ തയ്യാറായില്ല. ഈ പോലീസിന്റെ റിപ്പോർട്ട് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അക്കാര്യങ്ങളിലേക്ക് കടക്കുക. സുരക്ഷ സംബന്ധിച്ച് അതൊരു പ്രധാന വിഷയം തന്നെയാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നും അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്നും വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുന്ന സമയത്തായിരുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായത്. അവിടെ ഡിവൈഎഫ്ഐയുടെ ഒപ്പം തന്നെ യുവമോർച്ച BJP പ്രവർത്തകരുടെയും പ്രതിഷേധമുണ്ടാകുന്നു, വാഹനം തടയുന്നു, പൊതിച്ചോറുമായി വരുന്നു, കരിങ്കൊടി കാണിക്കുന്നു. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതിന് പിന്നാലെയാണ് കൂടുതൽ പോലീസിനെ നാളെ വിന്യസിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ പത്തനംതിട്ട തിരുവല്ലയിലെ കോടതി എന്ന് പറയുന്നത് ഒരു സിവിൽ സ്റ്റേഷൻ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഒരു കോടതിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കോടതിയിലേക്ക് വരുന്ന ആളുകൾ മാത്രമല്ല മറ്റ് നിരവധി ആവശ്യവുമായി വരുന്ന ആളുകളൊക്കെ തന്നെയുള്ളപ്പോൾ ഈ പ്രതിഷേധക്കാർ വരുന്നുണ്ട്.